നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മനു വാ. അപ്പൊ പറഞ്ഞ പോലെ പോവാം. ശരി ജ്യോതി, താനിവിടെ ഉണ്ടല്ലോ, നമുക്കപ്പോ കാണാം. ഉണ്ടാവും. ശരി സാറേ, എണ്ണേച്ചി ആന്റി, ഇവർക്ക് ഇതൊക്കെ പുതിയ സംഭവം. എല്ലാം കണ്ടു പഠിക്കണം. ജീവിതത്തിൽ ഇതൊക്കെ ആവശ്യം വരും. എന്ന് കരുതി എല്ലാത്തിനും ഫോളോ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ചെയ്താൽ മതി. ഓക്കെ. ശരി ആന്റി. ശരി. ശരി. ചേച്ചി, സാധാരണ ഫംഗ്ഷൻ നടക്കുന്ന ഒരു വീട്ടിൽ പോയാൽ എല്ലാത്തിനും കുഴപ്പമുണ്ടാക്കുന്ന ഒരു അമ്മാവനുണ്ടാവും. പക്ഷെ ഇയാളാണല്ലോ ഇവിടെ സർവത്ര പ്രശ്നം. അതൊക്കെ വിശദമായിട്ട് ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞുതരാം. നീ വാ. ഈ കണക്കില് ശാന്തി മുഹൂർത്തം നോക്കണ ചടങ്ങ് നമ്മുടേതല്ല. എന്നാൽ ചിലരത് നോക്കുന്നുണ്ട്. നോക്കുകയാണെങ്കില് അത് പരിപൂർണമായ അർത്ഥത്തിൽ പാലിക്കണം. തിരുമേനി പറഞ്ഞോളൂ. മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്ത്രീ പുരുഷ ജാതകങ്ങൾ തമ്മില് ഒരു സംയോഗ സമയമായിട്ടില്ല. അതായത് ജ്യോതിഷ വിധി പ്രകാരം ശാന്തി മുഹൂർത്തം അടുത്ത മാസം 16-ാം തീയതിക്ക് ശേഷമേ ഉള്ളൂ. എന്ന് പറഞ്ഞ ഇവിടെ നിന്ന് അങ്ങോട്ട് 29 ദിവസത്തിന് ശേഷം. അല്ല തിരുമിനി, അത്രയ്ക്ക് അങ്ങോട്ട് നീണ്ടുപോവാന്നൊക്കെ പറഞ്ഞാ? ഞാൻ പറഞ്ഞതേ ജ്യോതിഷത്തിന്റെ കണക്കനുസരിച്ചാ. ഈ കണക്കനുസരിച്ച് അത് മറികടക്കാനാവില്ല. പിന്നെ നിങ്ങളുടെയൊക്കെ ഇഷ്ടം. പിന്നെ ഈ നാട്ടിലാണെങ്കിലല്ലേ ജ്യോതിഷത്തിന് പ്രശ്നമുള്ളൂ. പുറത്തെവിടെയെങ്കിലും പോയാൽ കുഴപ്പമില്ലല്ലോ. എന്തൊക്കെയാടാ ഈ പറയുന്നേ? അല്ലമ്മേ, നമ്മൾ ഇവിടെ ഇതൊക്കെ പാലിക്കും. നമ്മുടെ എത്ര ബന്ധുക്കൾ US UK ഉണ്ട്. അവരൊക്കെ ജ്യോതിഷവും മുഹൂർത്തമൊക്കെ നോക്കിയാണ് ജീവിക്കുന്നത്. ഗുരുത്വദോഷം പറയാതെടാ. ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ആചാരങ്ങളാ. തിരുമേനി പറഞ്ഞ മുഹൂർത്തം തന്നെ മതി. ആയിക്കോട്ടെ. ഇടോ, കഷ്ടമുണ്ടോ? വെറുതെ പിള്ളേരെ ശാപം കിട്ടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.